if a bona fide listener hears of Krishna's pastime with the gopis, അപ്പോൾ അങ്ങനെയുള്ള ഒരു ശ്രോതാവ്, കേൾക്കുന്ന ആൾ ഭഗവാന്റെ ഗോപിമാരുമായിട്ടുള്ള ലീല കേട്ടാൽ വിച്ച് സീം ടു ബി ലസ്റ്റി ഡിസയേഴ്സ്, കേൾക്കുമ്പോഴേ ഏതുപോലെ ഇരിക്കും? കാമം പോലെ. കാമം എവിടെ ഉള്ളത്? ഭൗതിക ലോകത്തിൽ കാമമുണ്ട്, ആത്മീയ ലോകത്തിൽ പ്രേമം. ഭൗതിക ലോകത്തിൽ കാമം, ആത്മീയ ലോകത്തിൽ പ്രേമം. അപ്പോൾ ആത്മീയ തലത്തിലുള്ള പ്രേമം കേൾക്കുമ്പോൾ ഭൗതിക തലത്തിലിരിക്കുന്നവൻ അത് എന്താക്കി മാറ്റും? കാമമായിട്ട് മാറ്റും. അപ്പോൾ അതവിടെ പറയുന്നത് വിച്ച് സീം ടു ബി ലസ്റ്റി ഡിസയേഴ്സ്. ആർക്കത് സീം ടു ബി ലസ്റ്റി ഡിസയേഴ്സ്? ലസ്റ്റി ആൾക്കാർക്ക്. ഭക്തർക്ക് തോന്നുമില്ല, ഭക്തർക്ക് തോന്നത്തില്ല. അതായത് ചില സമയത്ത് നമ്മൾ കേൾക്കും ഗോപിമാരുടെ ഭഗവാനോടുള്ള പ്രേമം കാമം. കാമമെന്ന് അവിടെ അർത്ഥമാക്കുന്നത് അവർക്ക് ഭഗവാനോടുള്ള ആ പ്രേമത്തിൻ്റെ ആഴം മനസ്സിലാക്കാൻ വേണ്ടി അവിടെ ചില സമയത്ത് കാമം എന്നുപയോഗിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അടുത്ത ശ്ലോകത്തിൽ പറയും ഗോപ്യ കാമാത്. ഗോപ്യ പ്രേമാത് എന്നല്ല, പിന്നെ ഗോപ്യ കാമാത്. അത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കാൻ പാടില്ല ഗോപിമാരുടേത് കാമമാണെന്ന്. ഗോപിമാരുടെ പിന്നെന്താണ്? നമ്മൾ ഭൗതിക ലോകത്തിൽ മനസ്സിലാക്കുന്ന പ്രേമത്തേക്കാൾ വളരെ ആഴത്തിലുള്ളതായതുകൊണ്ട് അതിന് കാമ എന്ന് പറയും. ഗോപിമാരുടെ കാമ. അപ്പോൾ ആ ഗോപിമാരുടെ ആ കാമത്തിൻ്റെ പ്രത്യേകതയുണ്ട്. അടുത്ത നാളത്തേതിലും ഇതേ ചർച്ചയാണ്. അപ്പോൾ നാളത്തേതിൻ്റെ ഇപ്പോഴേ പറയാം. ഗോപിമാരുടെ ആ കാമ, അതിനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്ക് സ്വന്തമായി യാതൊരു താല്പര്യവുമില്ല. അവരാരെയാണോ പ്രേമിക്കുന്നത്, സ്നേഹിക്കുന്നത്, ആ ആളിൻ്റെ സന്തോഷത്തിൽ മാത്രമേ താല്പര്യമുള്ളൂ. ആ താല്പര്യം ഭയങ്കര ആഴത്തിലുള്ളതാണ്. അതുകൊണ്ട് അതിന് കാമം എന്ന് പറയും. ആ ആഴത്തെ ദ്യോതിപ്പിക്കുന്നതാണ് എന്ത്? കാമം. ഇനി വേറൊരു ക്യാരക്ടർ ഉണ്ടായിരുന്നു, കുബ്ജ. കുബ്ജ ഭഗവാന്റെ അടുത്ത് വന്നു, ആൾ താടിക്ക് പിടിച്ച് പൊക്കി. പിന്നെ കുബ്ജ സുന്ദരിയായി കഴിഞ്ഞപ്പോൾ കുബ്ജയ്ക്ക് ഭഗവാനോട് ആകർഷണം. അപ്പോൾ അവിടെ കുബ്ജയുടെ ആകർഷണത്തിൽ കുറച്ച് സ്വന്തം താല്പര്യവും ഉണ്ടായിരുന്നു. മനസ്സിലായോ? സ്വ ആസ്വാദന താല്പര്യം കുബ്ജയ്ക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഗോപിമാരുടേത് കാമം എന്ന് പറയുമ്പോൾ കുബ്ജയുടേതിന് കാമം എന്ന് പറയത്തില്ല. കാരണം ഗോപിമാരുടെ മനസ്സിലെ പ്രേമത്തിൻ്റെ ആഴം ആർക്കില്ലായിരുന്നു? കുബ്ജയ്ക്കില്ലായിരുന്നു. എന്തുകൊണ്ടെന്നാൽ കുബ്ജയ്ക്ക് സ്വയം നോക്കൂ എങ്ങനെയാണ് ആത്മീയ ഭൗതികവും തമ്മിൽ ഒരേ വേർഡിന് ഡയറക്റ്റ്ലി ഓപ്പോസിറ്റ് മീനിങ്. അതുകൊണ്ട് കുബ്ജയുടെ ഭഗവാനോടുള്ള ആ താല്പര്യം കാമം എന്ന പേരിന് ക്വാളിഫൈഡ് ആയില്ല, യോഗ്യതയായില്ല. മനസ്സിലായോ? കുബ്ജയ്ക്ക് സ്വന്തം താല്പര്യമുള്ളതാണ്. അതുകൊണ്ട് കുബ്ജയുടെ പ്രേമത്തിന് പറയും കാമപ്രായ. കാമപ്രായ എന്ന് പറഞ്ഞാൽ ഏകദേശം കാമമാണ്, പക്ഷേ ശരിക്കും കാമമല്ല. അത് പക്ഷേ ഭൗതിക രീതി നോക്കിക്കഴിഞ്ഞാൽ കുബ്ജയുടേതായ കാമം ഗോപിമാരുടെ കാമമല്ല. പക്ഷേ അത് ആ എക്സ്പ്ലനേഷനിൽ കാമം ഗോപിമാരുടേതും കുബ്ജയുടേത് അത്രത്തോളം എത്തിയിട്ടില്ല. അതുകൊണ്ട് കാമപ്രായ, ഓൾമോസ്റ്റ് കാമം. അപ്പോൾ എവിടെയെങ്കിലും ഗോപിമാരുടേത് കാമം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഇവിടുത്തെ കാമവുമായിട്ട് കമ്പയർ ചെയ്യും. അടുത്ത ശ്ലോകത്തിന് ഗോപ്യ കാമാത്
which seem to be the lusty affairs, the lusty decisions, which constitute the heart disease of the conditioned soul. ഇപ്പോൾ ഹാർട്ട് ഡിസീസ് ഓഫ് ദ കണ്ടീഷൻ സോൾ എന്താണ്? നമ്മുടെ ഭൗതിക ലോകത്തിലെ നമ്മൾ പ്രേമം എന്ന് വിളിക്കുന്നത്, അല്ലെ കാമം എന്ന് വിളിക്കുന്നത്. ഭൗതിക ലോകത്തിൽ ശരിക്കും പറഞ്ഞാൽ എന്തില്ല? ഓക്കെ, ഇനി നമ്മൾ പഴയ മറ്റേ കാമത്തിൽ നിന്ന് പുറത്ത് വന്ന് ഇനി ഭൗതിക ലോകത്തിലെ കാമത്തെ പറ്റിയാണ് സംസാരിക്കുന്നത്. നമ്മൾ ഗോപിമാരുടെ കാമത്തെ പറ്റി പറഞ്ഞു, അത് നമ്മൾ മാറ്റിവെച്ചു. ഇനി ആ ഡിസ്കഷനിൽ വരുമ്പോഴേ ഉള്ളൂ. ഇനി നമ്മൾ ഭൗതിക ലോകത്തിലേക്ക് വരുമ്പോൾ പറയുന്നു, വിച്ച് കൺസ്റ്റിറ്റ്യൂട്ട് ദ ഹാർട്ട് ഡിസീസ് ഓഫ് ദ കണ്ടീഷൻ സോൾ. എന്താണ് ഹാർട്ട് ഡിസീസ്? കണ്ടീഷൻ സോൾ, ബദ്ധാത്മാക്കളുടെ ഹാർട്ട് ഡിസീസ് എന്താണ്? കാമം. ഭൗതിക ലോകത്തിലെ കാമം, അതാണ് കണ്ടീഷൻ, ബദ്ധാത്മാക്കളുടെ അസുഖം, അസുഖമായിട്ടുള്ള അവസ്ഥ. വിൽ ബി വാങ്ക്വിഷ്ഡ്. അത് പോകും. എപ്പോഴ്?